അമൃത, സാഹചര്യം വീണ്ടും വഷളാകുന്നു എന്നുള്ളതാണ്. രാത്രി 11 മണിക്ക് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്ക് ഒരു വാർത്താ സമ്മേളനം വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇതേവരെ ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണ്. വിക്രം മിശ്രി നാളിതുവരെ മാധ്യമങ്ങളെ കണ്ടതൊരു പക്ഷേ ഇത്രയും വൈകിട്ടല്ല, അതൊരു പക്ഷേ പകൽ വെളിച്ചത്തിലോ അല്ലെങ്കിൽ വൈകിട്ടൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായ സമയത്ത് വിക്രം മിശ്രിക്ക് വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നെങ്കിൽ സാഹചര്യം വീണ്ടും കൈവിട്ടു പോകുന്നു, വീണ്ടും വഷളാകുന്നു എന്നുള്ളതാണ്. വെടിനിർത്തൽ നിലവിൽ വന്ന മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ നിരന്തരം ഇന്നലെയും മെനഞ്ഞാന്നും രാത്രിയിലൊക്കെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഡ്രോൺ ആക്രമണം പാകിസ്ഥാൻ നടത്തിയോ ആ ഭാഗങ്ങളിലൊക്കെ നിരന്തരം ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരവും പ്രതിഷേധാർഹവുമായ ഒരു സാഹചര്യമാണ്. ഇത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്ത് തന്നെയാണോ ഈ ആക്രമണം ഉണ്ടാകുന്നതോ മറ്റേതെങ്കിലും ഈ സ്ലീപ്പിംഗ് സെല്ലുകളുടെ ഭാഗത്തു നിന്നാണോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. പക്ഷെ ഇന്ത്യൻ സൈന്യം അക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ സീസ് ഫയർ വയലേറ്റ് ചെയ്തിരിക്കുന്നു എന്നിപ്പോൾ ഔദ്യോഗികമായി വിക്രം മിശ്രി ഒരു വാർത്താ സമ്മേളനം നടത്തി സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ നടപടി അപലപനീയമാണ്. വെടിനിർത്തൽ കരാർ ലംഘനത്തിൽ പാകിസ്ഥാനോട് വിശദീകരണം തേടും. ആക്രമണം പൂർണ്ണ തോതിൽ ചെറുക്കും. സൈന്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്ന് വിക്രം മിശ്രി പറയുകയാണ്. തിരിച്ചടിക്ക് സൈന്യത്തിന് സ്വതന്ത്ര അധികാരം നൽകിയിട്ടുണ്ട് എന്ന് വിക്രം മിശ്രി പറയുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തന്നെ ഈ വെടിനിർത്തലിന്റെ കാര്യങ്ങൾ ഏറെക്കുറെ ധാരണയായതാണ്. ആ വെടിനിർത്തൽ ധാരണയായ ഉന്നതതല യോഗത്തിന് ശേഷം തന്നെ പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ ഒരു പ്രതികരണത്തിൽ പറഞ്ഞത് ഭാവിയിൽ ഉണ്ടാകുന്ന ഏതുതരം ആക്രമണങ്ങളും ഏതുതരം പ്രകോപനങ്ങളും ഒരു രാജ്യത്തിനെതിരെയുള്ള യുദ്ധമായി കണക്കാക്കും. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതിപ്പോൾ വീണ്ടും പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു, വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വെടിനിർത്തൽ ലംഘനങ്ങൾ ഉണ്ടാകുന്നു. ഇത് തീർച്ചയായും വലിയ പ്രകോപനമാണ്. അങ്ങനെയെങ്കിൽ നേരത്തെ ഇന്ത്യ എടുത്ത സ്റ്റാൻഡ് ഒന്നുകൂടി പറയുകയാണെങ്കിൽ അത് രാജ്യത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കനത്ത തിരിച്ചടിയും പ്രത്യാക്രമണവും ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാജ്യത്തിന് സൈന്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നുവെന്ന് ഇപ്പോൾ വിക്രം മിശ്രി പറയുകയാണ്. വെടിനിർത്തൽ കരാർ ലംഘനത്തിൽ നിന്നും പാകിസ്ഥാനോട് വിശദീകരണം തേടും. പക്ഷേ ഈ ഘട്ടത്തിലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വന്നിട്ടില്ല. ഇത് പാക് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നാണോ ഈ ആക്രമണം ഉണ്ടാകുന്നതോ ഭീകരവാദ സ്ലീപ്പിംഗ് സെല്ലുകളുടെ ഭാഗത്തു നിന്നാണോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇതിനകം വരുന്നില്ല. ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ സർക്കാർ ഒരു കാര്യത്തിൽ സമ്മതം നടത്തിയാലും സൈന്യം അത് അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ ട്രംപിന്റെയും ഒപ്പം സൗദിയുടെയും ഒക്കെ നീക്കത്തിന്റെ ഫലമായി ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും സൈന്യം ഇതിന് പൂർണ്ണമായി സമ്മതമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. അതോ സൈന്യവും സർക്കാരും ഒക്കെ സമ്മതിച്ചു ഇത്തരം ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നാണോ ഭീകരവാദ സംഘടനകളുടെ ഭാഗത്തു നിന്നാണോ ഈ ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്.